ഉപതെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം ശക്തമാക്കി CPM. ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം നിലമ്പൂർ CPM ഓഫീസിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. രാവിലെ 11 മണിയോടെ ആരംഭിച്ച യോഗം 12:30ഓടെയാണ് സമാപിച്ചത്. ക്ലസ്റ്റർ തിരിച്ച് നേതാക്കൾക്ക് ചുമതലയും നൽകി. സംസ്ഥാന സെക്രട്ടറിക്ക് പുറമെ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, K. രാധാകൃഷ്ണൻ MP, MV ജയരാജൻ, CS സുജാത, KK ശൈലജ, P. മോഹൻ, അഡ്വക്കേറ്റ് M. സ്വരാജ്, PK ബിജു, KP അനിൽകുമാർ, VP അനിൽ, VP സാനു, MH ശാലിയൻ, CK ശശീന്ദ്രൻ, S. ജയമോഹൻ, P. പ്രസാദ്, TV ചന്ദ്രബാബു, N. ചന്ദ്രൻ, VK സനോജ്, K. സാലിഖ്, KK ജയചന്ദ്രൻ, PK സൈനബ, KK ലതിക എന്നിവർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയത്തും ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് യോഗം പെട്ടെന്ന് വിളിച്ചു ചേർത്തത്. 10 ബൂത്തുകൾ ഒരു ക്ലസ്റ്റർ എന്ന കണക്കിലാണ് ഓരോ നേതാക്കൾക്കും ചുമതല നൽകുന്നത്. ഇക്കുറി നിലമ്പൂർ നിലനിർത്തുക എന്നത് പിണറായി സർക്കാരിന്റെയും CPMന്റെയും പ്രസ്റ്റീജ് വിഷയമാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ യോഗം ചേർന്നത് തന്നെ ഇതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത വെല്ലുവിളിയാകും. കൂടാതെ PV അൻവറിന് CPMനെതിരെയുള്ള പോരാട്ടത്തിനും വഴിവെക്കും. വിജയം ഉറപ്പാക്കാനുള്ള കരുനീക്കങ്ങളാണ് CPM നടത്തുന്നത്. SS Gold, pure gold. SS Group, നിലമ്പൂർ.